വനാണ്. വതാബ അല സലാസത്തി മൂന്നാളുകൾ നേരത്തെ മുമ്പ് പറഞ്ഞിരുന്നല്ലോ. ആ മൂന്നാളുകളുടെയും പശ്ചാത്താപം സ്വീകരിച്ചു. അല്ലദീന എങ്ങനെയുള്ള ആളുകളാണ് ഹുല്ലിഫു യുദ്ധത്തിന് പോകാതെ പിന്തിപ്പിക്കപ്പെട്ട അങ്ങനെയല്ല ഹുല്ലിഫു അനിത്തൗബത്തി അലിയും അവരുടെ മേൽ ഉള്ള പശ്ചാത്താപത്തെ തൊട്ട് പിന്തിക്കപ്പെട്ടു ബി കരീനത്തി. അപ്പോൾ ഈ ഹുല്ലിഫു എന്നുള്ള സാധാരണ യുദ്ധത്തിന് തൊട്ടല്ലേ. അപ്പോൾ ഇവിടെ തൗബയെ തൊട്ട്, അതായത് അവരുടെ തൗബ അള്ളാഹു സ്വീകരിക്കാൻ 50 ദിവസം എടുത്തു. അപ്പോൾ തൗബയെ തൊട്ടാണ് പിന്തിപ്പിക്കപ്പെട്ടതെന്ന് എവിടെ മനസ്സിലായത്? ബി കരീനത്തി ഹത്താ ശേഷമുള്ള കരീനത്ത് കൊണ്ട്, ശേഷമുള്ള തെളിവ് കൊണ്ട് മനസ്സിലാക്കാം. എന്താണ് പറയുന്നത്? ഹത്താ അങ്ങനെ ഇതാ ലോക്കത്ത് അലഹിമുൽ അർളു ഭൂമി അവരുടെ മേൽ ഇടുങ്ങിയപ്പോൾ ബിമാ റഹബത്ത് എന്നാണ്. മഅമാ റഹബത്ത് ആ ഭൂമിയുടെ മസ്തരിയാണ്. ഐ റഹബിഹ ഉണ്ടോ, ഭൂമിയുടെ വിശാലതയോടുകൂടി. ഭൂമി വിശാലമായിട്ടും അവർക്ക് ഇടുക്കമായി. അതായത് സിഅതിഹ ഭൂമിയുടെ വിശാലതയോടുകൂടി. പക്ഷേ അവർക്ക് ഭൂമി ഇടുക്കമായി തോന്നി. ഈ മൂന്നാളുകൾക്ക് ആ മാനസിക പ്രയാസമൊക്കെ ഉണ്ടായപ്പോൾ ഫലായജിദൂന അങ്ങനെ അവർക്ക് കിട്ടിയില്ല മക്കാനൻ ഒരു സ്ഥലവും യതുമ ഇന്നൂന ഇലൈഹി അവരതിലേക്ക് ശാന്തി അടയും. അതായത് അവർക്കൊരു മനസ്സമാധാനം കിട്ടുന്ന ഒരു സ്ഥലം അവർക്ക് കിട്ടിയില്ല. വലാഖത്ത് അലൈഹിം അൻഫുസുഹും അവരുടെ മേൽ ഇടുങ്ങിപ്പോയി അവരുടെ നഫ്സുകൾ തന്നെ. അവരുടെ ഹൃദയങ്ങൾ കുലൂബുഹും ലിൽ ഗമ്മി ടെൻഷൻ കാരണത്താലും വൽ വഹ്ശത്തി ഏകാന്തത കാരണത്താൽ 3 പേരും ഒറ്റപ്പെട്ട ഒരു ജീവിതത്തിലായിപ്പോയില്ലേ. ബി തഅഖീരി തൗബത്തിഹിം അവരുടെ തൗബ സ്വീകരിക്കാൻ പിന്തിച്ചു അള്ളാഹു പിന്തിച്ച കാരണത്താൽ. ഫലാ യസ്അഹ അതുകൊണ്ട് തന്നെ സുറൂറും വല ഉൻസ് അല്ലേ. ഫലാ യസ്അഹ അപ്പൊ ഈ 3 ആളുകൾക്കും വിശാലമായില്ല. സുറൂറും സന്തോഷമോ വല ഉൻസ് ഒരു ഇണക്കമോ നേരമ്പോക്കോ ഒന്നും അവർക്ക് വിശാലമായില്ലെന്ന് അവർക്ക് ഒന്നും പറ്റിയതായില്ല. അവർക്കൊന്നും ഉൾക്കൊള്ളാനായില്ല എന്നർത്ഥം. അവർക്ക് ഈ സുറൂറും ഉൻസും ഒന്നും ഉൾക്കൊള്ളാനായില്ല. വലന്നു അവർ വിചാരിച്ചു എന്നല്ല, ഐക്കനും അവർ ഉറപ്പിച്ച് മുഖഫഫത്താണ്. അപ്പൊ അന്നുള്ള തീർച്ചയായും ലാ മൽജ മിനല്ലാഹി ഇല്ലാ ഇലൈഹി അള്ളാഹുവിൽ നിന്നും ഒരു അഭയസങ്കേതമില്ല അവനിലേക്കല്ലാതെ. അള്ളാഹുവിൽ നിന്ന് അഭയസങ്കേതം അള്ളാഹുവിലേക്കുള്ളൂ, വേറൊരാളെടുത്ത് പോയാൽ അഭയം കിട്ടൂല. സുമ്മ താബ അലൈഹിം പിന്നെ അള്ളാഹു അവരുടെ പശ്ചാത്താപം സ്വീകരിച്ചു. വഫഖഹും ലി തൗബത്തി തൗബക്ക് അവർക്ക് അള്ളാഹു സൗഭാഗ്യം പ്രദാനം ചെയ്തു. എന്തിന്? ലിയതൂബു ഉണ്ടോ, അവർ തൗബ ചെയ്യാൻ വേണ്ടി. ഇന്നല്ലാഹു തവ്വാബുർ റഹീം അള്ളാഹു ഏറെ പശ്ചാത്താപം സ്വീകരിക്കുന്നു കരുണയുള്ളവനുമാണ്. യാ അയ്യുഹല്ലദീന ആമനു അല്ലേ സത്യവിശ്വാസികളെ ഇത്തഖുല്ലാഹ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. എങ്ങനെ? ബി തറക്കി മആസിഹി അവന് എതിര് പ്രവർത്തിക്കലുകളെ ഒഴിവാക്കിക്കൊണ്ട്. വകൂനു മഅസ്സാദിഖീൻ നിങ്ങൾ സത്യസന്ധരായ ആളുകളുടെ കൂടെ ആവുക. ഫിൽ ഈമാനി വിശ്വസിക്കുന്നതിൻ്റെ വിഷയത്തിൽ വൽ ഉഹൂദി കരാറുകളിലും. ബി അൻ തൽസമുസ് സിദ്ഖ നിങ്ങൾ സത്യസന്ധതയെ ലാസിമാക്കൽ കൊണ്ട്, അതെപ്പോഴും മുറുകെ പിടിക്കൽ കൊണ്ട്. മാ കാന ലി അഹ്ലിൽ മദീനത്തി മദീനക്കാർക്ക് പറ്റിയതല്ല. വമൻ ഹൗലഹും മദീനയുടെ ചുറ്റുമുള്ള അതിൻ്റെ പ്രാന്തപ്രദേശത്ത് താമസിക്കുന്ന ആളുകൾ മിനൽ ആറാബി ഗ്രാമീണ അറബികളാൽ അവർക്കൊന്നും പറ്റിയതല്ല. അയ്യതഖല്ലഫു റസൂലില്ലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് പിന്തി നിൽക്കൽ. ഇദാ ഗസാ നബിതങ്ങളെങ്ങാനും യുദ്ധത്തിന് പുറപ്പെട്ടാൽ വലാ യർഗബു ബി അൻഫുസിഹിം അൻ നഫ്സി നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഹത്താ ശരിബുൽ ഫർസ് അങ്ങനെ ഫർസിനെ വരെ അവർ കുടിച്ചു. ഫർസ് എന്ന് വെച്ചാൽ അയവിറക്കുന്ന ഒട്ടകം പോലെയുള്ള ജീവിയില്ലേ, ഭക്ഷണം താൽക്കാലികമായിട്ട് വെച്ചിട്ട് പിന്നെ വിശപ്പ് തോന്നുമ്പോൾ കഴിക്കുന്ന അങ്ങനെയുള്ള ജീവിയുടെ ആമാശയത്തുള്ള സംഗതിയെ പറ്റി പറയുന്നതാണ്. അപ്പോൾ നമുക്ക് തോന്നുന്നു ഈ വെള്ളവും ഒട്ടകം കുറേ കാലം കുടിക്കാതെ ഒരാഴ്ചയൊക്കെ കുടിക്കാതിരിക്കാൻ കഴിയുമല്ലോ, ശേഖരിച്ച് വെക്കും. അങ്ങനെ ശേഖരിച്ച് വെക്കുന്ന ആ വെള്ളത്തെ പോലും അവർക്ക് കുടിക്കേണ്ട ഗത്യന്തരമില്ലാത്ത അവസ്ഥകൾ വന്നിട്ടുണ്ട് എന്ന്. അപ്പോൾ കീറിയിട്ട് അത് കുടിക്കും. അങ്ങനെ സംഗതി ഉണ്ടായിട്ടുണ്ട്. ഒട്ടകത്തിൻ്റെ അത് കീറിയിട്ട് അവിടെ നിന്ന് വെള്ളം എടുത്ത് കുടിച്ച് പിന്നെ അതിനെ അറുത്ത് മാംസം എടുക്കുമായിരിക്കും അള്ളാഹു അലം. എന്താവട്ടെ. പിന്നെ ഇവിടെ പറഞ്ഞത് വലാ യർഗബു ബി അൻഫുസിഹിം അപ്പം അവർക്ക് എന്തിനു പറ്റിയതല്ല, നബിതങ്ങൾ യുദ്ധത്തിന് പോകുമ്പോൾ പോവാതിരിക്കാനും പറ്റൂല, യോജിച്ച പരിപാടിയല്ല. വലാ യർഗബു ബി അൻഫുസിഹിം തങ്ങളുടെ നഫ്സിന് വേണ്ടി തിരഞ്ഞെടുക്കാൻ പാടില്ല. അൻ നഫ്സി നബിതങ്ങളുടെ നഫ്സിനെ മാറ്റി വെച്ചിട്ട്, അതാണ് റഗിബ
ഫി എന്നൊക്കെ പറയുമ്പോൾ ആഗ്രഹമാണല്ലോ. അതുപോലെ റഗിബ ബി എന്ന് പറയുമ്പോഴും അതിന് മുൻഗണന കൊടുക്കുക, എന്ന് പറയുമ്പോൾ അവഗണിക്കുക. അപ്പം നബിതങ്ങളെ അവഗണിച്ചിട്ട് തങ്ങളുടെ സ്വന്തം നഫ്സിനെ തിരഞ്ഞെടുക്കലും അവർക്ക് പറ്റിയതല്ല. ബി ഐ യസൂനഹ, സ്വന്തം നഫ്സിനെ സംരക്ഷിക്കുക. അമ്മ റലീഹിലി നഫ്സിഹി, അമ്മ ഒന്നിനെ തൊട്ട് റലീഹിലി നഫ്സി, നബിതങ്ങൾ തൻ്റെ നഫ്സിനെ അതിനെ തൃപ്തിപ്പെടുന്നുണ്ട്. അമ്മ ഒന്നിനെ തൊട്ട് റലീഹി, നബിതങ്ങൾ അതിനെ തൃപ്തിപ്പെടുന്നു, നഫ്സി നബിതങ്ങളുടെ നഫ്സിന്. അപ്പം നബിതങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിനെയും അവഗണിച്ചിട്ട് അവരുടെ നഫ്സുകളെ സംരക്ഷിക്കുക. മിനശദ ഇതി, അവരുടെ ശരീരങ്ങളെ ബുദ്ധിമുട്ടുകളിൽ നിന്ന് രക്ഷിക്കുക. അങ്ങനെ ഒരു വികാരം അവർക്ക് പറ്റുകയില്ല. വഹുവ, സംഗതി ഇത് നഹിയും ബി ലഫ്ദിൽ ഖബരി, ഖബറിന്റെ ലഫ്ദ് കൊണ്ടാണ് സംഗതി എന്താണ് നിരോധനമാണ്, ചെയ്യരുത് എന്നാണ്. ദാലിക ഐ നഹ്യു, ഈ നിരോധന അനി തഖല്ലുഫി, യുദ്ധത്തിന് പോവാതെ പിന്തുക, അതിനെ തൊട്ടുള്ള നിരോധന. ബി അന്നഹും ബി സബബി അന്നഹും, അങ്ങനെ പ്രത്യേകം പറയാൻ കാരണം എന്ത് കാരണത്താലാണ്? അന്നഹും ലാ യുസീബുഹും ലമഉൻ, അവർക്കൊരു ലമഉം ബാധിക്കാത്തത് കാരണത്താലാണ്. ആതശ്, ഒരു ദാഹവും, വലാ നസബുൻ, ഒരു തഅബുൻ, ക്ഷീണവും, തഅബുൻ തഅബായിരിക്കുമല്ലോ, തഅബല്ല തഅബാണെന്ന് തോന്നുന്നു. തഅബ് ക്ഷീണിച്ച ആൾക്ക് തഅബാൻ എന്ന് പറയും, ക്ഷീണിച്ച ആൾക്ക്. അതുഷാൻ, അതഷ് എന്നല്ല പറയാം, അപ്പോൾ തഅബ് എന്നായിരിക്കും, തഅബ് അല്ലാഹു അലം. അപ്പം ക്ഷീണവും, വല മഹ്മസ, വിശപ്പും, ഫീസബിലില്ല, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ. അപ്പോൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവർക്ക് ഇതൊന്നും വന്നിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെയാണ് അവരോട് ഇങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്. യുദ്ധത്തിന് പോവാതിരിക്കരുത് എന്ന് അവരോട് നിരോധിക്കാനുള്ള കാരണം അവർക്ക് അള്ളാഹുവിൻ്റെ മാർഗത്തിലായിട്ട് ദാഹമോ ക്ഷീണമോ വിശപ്പോ ഒന്നും വന്നിട്ടില്ല. വലായത്ത ഊന മൗത്തിയൻ, അല്ലേ, വലായത്ത ഊന, അവർ ചവിട്ടിക്കടന്നിട്ടില്ല. മൗത്തി, ഒരു ചവിട്ടിക്കിടങ്ങുന്ന സ്ഥലവും. മസ്തറും ബിമാന, അല്ല, ഒരു ചവിട്ടിക്കടക്കലും, അല്ലെ, ഒരു കടക്കലും എന്നർത്ഥമാണ്. അപ്പോൾ മസ്തറും ബിമാന വത്ത്, അല്ലെ, വത്ത് ആണ് തോൻ സുക്കൂൻ. വത്ത് എന്ന അർത്ഥത്തിലുള്ള മസ്തറാണ്. മൗത്തി എന്നുള്ള മീമിയായ മസ്തറാണ്. അതായത് ഒരു ചവിട്ടലും അവർ ചവിട്ടിയിട്ടില്ല. യഗീലു എന്ന് വെച്ചാൽ യഗ്ലിബുൽ കുഫാറ, കുഫാറിനെ യുഗ്ലിബുൽ കുഫാറ, കാഫിരീങ്ങളെ ക്രോധപ്പെടുത്തുന്ന, കാഫിരീങ്ങളെ ദേഷ്യപ്പെടുത്തുന്ന ഒരു ചവിട്ടലും അവർ ചവിട്ടിയിട്ടില്ല. വല എനാലൂന മിൻ അദുവില്ല, അള്ളാഹുവിൻ്റെ ശത്രുവിൽ നിന്നും അവർ നേടിയിട്ടുമില്ല. നെയ്ലൻ, ഒരു നേടലും, അഥവാ കത്തലൻ ഔ അസ്രൻ ഔ നെഹ്ബ. കത്തിൽ എന്ന് വെച്ചാൽ കൊല്ലപ്പെടൽ, അസ്രൻ എന്ന് വെച്ചാൽ തടവിലിടപ്പെടൽ, നെഹ്ബ് എന്ന് വെച്ചാൽ കൊള്ളയടിക്കപ്പെടൽ. ഇല്ലാ കുത്തിബലഹും ബിഹി അമലുൻ സാലിഹി, ഇല്ലാ കുത്തിബലഹും, അവർക്ക് എഴുതപ്പെട്ടിട്ടല്ലാതെ, ബിഹി, അതിൻ്റെ പേരിൽ, അമലുൻ സാലിഹ്, അതിന് പകരം അമലുൻ സാലിഹ്, ഒരു നല്ല കർമ്മമായി, അല്ലെ, ഒരു നല്ല കർമ്മം എഴുതപ്പെട്ടിട്ടല്ലാതെ. അപ്പോൾ ഇവിടെ സംഗതി അവർക്ക് എന്തെല്ലാം പ്രയാസമുണ്ടോ, അവർ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഒപ്പം അള്ളാഹുവിൻ്റെ മാർഗത്തിലായിട്ട് പോകുമ്പോൾ അവർക്ക് ദാഹമോ ക്ഷീണമോ വിശപ്പോ വന്നിട്ടില്ല. അതുപോലെ തന്നെ അവർ ഒരു ചവിട്ടിയിട്ടുമില്ല, ഒരു ചവിട്ടലും ചവിട്ടിയിട്ടില്ല. കാഫിരീങ്ങളെ ക്രോധപ്പെടുത്തുന്ന, ദേഷ്യപ്പെടുത്തുന്ന ഒരു ചവിട്ടലും, അതായത് ഒരു കാലുകൊണ്ടുള്ള ഒരു ചവിട്ടൽ, മീൻസ് ഇങ്ങനെ യുദ്ധത്തിന് പോകുമ്പോൾ നടന്നിട്ടാണല്ലോ പോകുന്നത്, ഒരു നടക്കലും നടന്നിട്ടില്ല എന്ന്. ശത്രുവിൽ നിന്നും ഒരു നേടലും നേടിയിട്ടില്ല. അതായത് ശത്രുവിൽ നിന്നും കൊലപാതകമോ തടവിലിടലോ അല്ലെങ്കിൽ കൊള്ള അടിക്കപ്പെടലോ ഒന്നും അവർക്കുണ്ടായിട്ടില്ല. ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇല്ലാ കുതിബലഹും ബിഹി അമലു സാലി, തലസ്ഥാനത്ത് അവർക്ക് നല്ലൊരു കർമ്മം രേഖപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ അതിനൊക്കെ ഒരു സൽക്കർമ്മത്തിൻ്റെ പ്രതിഫലം അവർക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ അല്ലാതെ വെറുതെ അവർക്കൊരു നഷ്ടവും വന്നിട്ടില്ല. അതുകൊണ്ടാണ് അവരോട് എന്ത് വന്നാലും എങ്ങനെ ചെയ്ത് യുദ്ധത്തെ തൊട്ട് പോവാതിരിക്കുക, അല്ലെങ്കിൽ നബിതങ്ങളെക്കാൾ പ്രാധാന്യം സ്വശരീരങ്ങൾക്ക് നൽകുക, അതിനെ തൊട്ടൊക്കെ നിരോധിച്ചത്. ഇന്നല്ലാഹ ലാ യുളീഉ അജ്റൽ മുഹ്സിനീൻ, സുകൃതങ്ങൾ അനുഷ്ഠിക്കുന്ന ആളുകളുടെ പ്രതിഫലം അള്ളാഹു പാഴാക്കി കളയുകയില്ല. അയ്യജിറഹും, അവരുടെ പ്രതിഫലത്തെ, ബൽ മറിച്ച് അല്ലാഹു യുസീബുഹും, അവർക്ക് പ്രതിഫലം നൽകുകയാണ് ചെയ്യുക. വലാ യുൻഫിഖൂന നഫഖതൻ സഗീറ, വലാ യുൻഫിഖൂന, അവർ ചെലവഴിക്കുന്നില്ല, ഫീഹി, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ, നഫഖതൻ സഗീറത്തിന്, ഒരു ചെറിയ ചെലവഴിക്കലും, വലോ തമ്ര, ചെറുതെന്ന് വെച്ചാൽ ഒരു ഈന്തപ്പഴമാണെങ്കിലും ശരി, വലാ കബീറ, ഒരു വലിയ ചെലവഴിക്കുന്നില്ല. വലാ യഖ്തഊന വാദിയൻ, അവരൊരു താഴ്വരയും മുറിച്ച് കടക്കുന്നില്ല, ബിസ്സൈരി, യാത്ര ചെയ്തുകൊണ്ട്, ഇല്ലാ കുതിബലഹും ദാലിക, അവർക്ക് അത് എഴുതപ്പെട്ടിട്ടല്ലാതെ, അതൊക്കെ കൃത്യമായി അതൊക്കെ രേഖപ്പെടുത്തിയിട്ടല്ലാതെ ഒന്നും ചെയ്യുന്നില്ല. എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ടാവും, ഒന്നും നഷ്ടപ്പെട്ടു തോന്നില്ല. എന്തിനിതൊക്കെ? ലിയജ്സിയഹുമുല്ലാഹു, അള്ളാഹു അവനക്ക് പ്രതിഫലം നൽകാൻ വേണ്ടി, അഹ്സനമാ കാനൂ യഅമലൂന, അവർ ചെയ്തിരുന്ന ഒന്നിൻ്റെ ഏറ്റവും മികച്ച പ്രതിഫലം, ഐ ജസാഅഹു, അതിൻ്റെ ഏറ്റവും മികച്ച പ്രതിഫലം.
അതിന് നൽകാൻ വേണ്ടി. ലിയജ്സിയഹുമുല്ലാഹു അഹ്സന എന്ന് വെച്ചാൽ അഹ്സന ജസാഇ മാ കാനൂ യഅമലു, അവർ ചെയ്തിരുന്ന ഒന്നിൻ്റെ ഏറ്റവും മികച്ച പ്രതിഫലം. വലമ്മ ഉബ്ബിഹു അല തഹല്ലുഫി, അവരെ പേടിപ്പിക്കപ്പെട്ടപ്പോൾ തഹല്ലുഫിൻ്റെ പേരിൽ അല്ലേ, അതായത് യുദ്ധത്തിന് പോവാതിരുന്നതിൻ്റെ പേരിൽ അവരെ പേടിപ്പിക്കപ്പെട്ടപ്പോൾ അർസലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയക്കുകയും ചെയ്തപ്പോൾ സരീയത്തൻ, ഒരു സരീയത്തിന്, സരീയത്ത് എന്ന് വെച്ചാൽ ഖുസ്വത്തല്ലാത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പങ്കെടുക്കാതെ ഏതാനും ആളുകളെ പോരാട്ടത്തിനായി പറഞ്ഞു വിടലാണല്ലോ സരീയത്ത്. നഫറൂ ജമീഅ, അവരൊക്കെയും ഓടി. അങ്ങനെ ഫനസല ഇറങ്ങി. വമാ കാനൽ മുഅ്മിനൂന ലിയൻഫിറൂ കാഫ, വമാ കാനൽ മുഅ്മിനു, അവരെല്ലാം ഓടി. ശരീരത്തിന് വിട്ടപ്പോഴേക്കും ഈ തഹല്ലുഫിൻ്റെ വിഷയം എത്ര ഗൗരവമാണെന്ന് അവർ ചിന്തിച്ചില്ല. ഇവരെ പേടിപ്പിക്കപ്പെട്ടു. ആയത്തൊക്കെ ഇറങ്ങിയപ്പോൾ എല്ലാ പ്രശ്നം പോലെ തോന്നി. അതുപോലെ തന്നെ നബിതങ്ങളാണ് ഒരു ശരീരത്തിനെ വിടുകയും ചെയ്തു. ഇവരും അങ്ങോട്ട് യുദ്ധത്തിന് എന്നുള്ളതിൽ ഇവർ ഓടിയതാണ്. അവൻ പറഞ്ഞു വമാ കാനൽ മുഅ്മിനൂന, മുഅ്മിനീങ്ങൾക്ക് പറ്റിയതല്ല. ലിയൻഫിറൂ ഇലൽ ഖസ്വി, യുദ്ധത്തിലേക്ക് ഓടിപ്പോവുക, കാഫ മൊത്തമായിട്ട്. അപ്പം എല്ലാവരും ഒന്നടങ്കം യുദ്ധത്തിന് പോകരുത് എന്നാണ്. ഈ ആയത്ത് തന്നെ പിന്നീട് പലപ്പോഴുമുള്ള സംഭവങ്ങൾക്ക് തെളിവായിട്ടുണ്ട്. ഇത് എന്താണ് അവിടെ വെച്ചിട്ടുണ്ട്. അതായത് ചില സമയത്തൊക്കെ യുദ്ധം എല്ലാവരും പോകേണ്ടതില്ല, കാരണം ഇൽമിൻ്റെ അഹ്ലുകാരൊക്കെ ആയിട്ട് കുറച്ച് ആളുകൾ നിൽക്കണം. കാരണം സമൂഹത്തിൽ യുദ്ധം പ്രധാനപ്പെട്ടതാണ്, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റു പല സംഗതികളുണ്ടാവില്ല. അപ്പോൾ എല്ലാവരും പോകരുതെന്നാണ് കാഫ മൊത്തമായിട്ട്. ഫലൗല, ഫലൗല എന്നുള്ളതൊരു ഹല്ല അല്ലേ, നഫറ മിങ്കുല്ലി, ഫലൗല എന്നുള്ളത് ഒരു അറളായിട്ട് ഫഹല്ല നഫറ മിങ്കുല്ലി ഫിർക്കത്ത്, ഇങ്ങനെ പോരേന്ന്. നഫറ മിങ്കുല്ലി ഫിർക്കത്തിന്, ഓരോ ഫിർക്ക അഥവാ ഓരോ കബീലയിൽ നിന്നും പോയാൽ പോരെ. ഇങ്ങനെയാണ് ഫലൗല നഫറ എന്ന് പറഞ്ഞാൽ ഫലൗല എന്ന് വെച്ചാൽ ഫഹല്ല നഫറ, യുദ്ധത്തിനായി പോയിക്കൂടെ. മിൻകുല്ലി ഫിർക്കത്തിൻ, എല്ലാവരും പോവാതെ മിൻകുല്ലി ഫിർക്കത്തിൻ അഥവാ കബീല, ഓരോ ഗോത്രത്തിൽ നിന്നും അല്ലേ, മിൻഹും അവരിൽ നിന്നും ത്വായിഫത്തുൻ, ഒരു ത്വായിഫത്തിന്. അപ്പോൾ ഓരോ ഗോത്രത്തിൽ നിന്നും ഒരു ത്വായിഫത്തിന്, ഗോത്രത്തിലുള്ള ആളുകൾ ഒന്നടങ്കം പോകാതെ ഓരോ ഗോത്രം, ആ ഗോത്രത്തിൽ നിന്നും ഒരു സംഘം ആളുകൾ മാത്രം പോവുക. അങ്ങനെ പോയാൽ പോരെ. എന്തിനു മക്കസൽ ബാക്കൂന, ബാക്കിയുള്ളവരവിടെ തന്നെ നിന്നാൽ പോരെ. എന്തിന് ലിയതഫഖഹു, അവർ പഠിക്കാൻ വേണ്ടി, അവർ ജ്ഞാനം കരഗതമാക്കാൻ വേണ്ടി. ആര് അവർ എന്ന് വെച്ചാൽ അയിൽ മാക്കിസൂന, പോവാതെ നിൽക്കുന്ന അവിടെ തന്നെ മദീനയിൽ തന്നെ കൂടുന്ന ആളുകൾ ഉണ്ടാവില്ലേ, അവർ ഫിദ്ദീനി, ദീനിൽ ജ്ഞാനം കരഗതമാക്കാൻ. വലിയുന്തിറു കൗമഹും, അവർ തങ്ങളുടെ കൗമിന് മുന്നറിയിപ്പും കാര്യങ്ങളൊക്കെ നൽകാൻ വേണ്ടി. ഇതാ റജാവു, അവർ മടങ്ങി വന്നാൽ ഇലയും ഇവരിലേക്ക്, ആ യുദ്ധത്തിന് പോയ ആളുകൾ, മിനൽ ഖസ്വി യുദ്ധത്തിൽ നിന്നും. ബി താലീമി, എങ്ങനെയാണ് മുന്നറിയിപ്പും കാര്യങ്ങളൊക്കെ നൽകുക. ബി താലീമിഹിം, യുദ്ധത്തിന് പോവാത്ത ആളുകൾ പഠിപ്പിച്ചു കൊടുക്കൽ കൊണ്ട്. മാ തഅല്ലമൂഹു, അവർ പഠിച്ച, യുദ്ധത്തിന് പോവാത്ത ആളുകൾ പഠിച്ച ഒന്നിനെ മിനൽ അഹ്കാമി, ഹുക്കുമുകളാൽ. അതായത് കുറേ ആളുകൾ യുദ്ധത്തിന് പോവാത്ത ആളുകൾ ഇവിടെ നിന്ന് മതവിദ്യ അഭ്യസിക്കുക. മതവിദ്യ അഭ്യസിച്ച ആ മതവിദ്യാഭ്യാസം, മതവിദ്യ അത് ഈ യുദ്ധത്തിന് പോയിട്ട് മടങ്ങി വന്ന ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക. കാരണം അവർ യുദ്ധത്തിന് വേണ്ടി ആ സമയത്ത് പഠിക്കാൻ പറ്റില്ല, അപ്പോൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക. അങ്ങനെ ചെയ്യാന്ന്. ലഅല്ലഹും യഹ്ദറൂൻ, എന്തിനാ ഇതൊക്കെ? ലഅല്ലഹും യഹ്ദറൂൻ ഇഖാബ്, അല്ലാഹുവിൻ്റെ ശിക്ഷയെ ജാഗ്രതയോടുകൂടി കാണാൻ വേണ്ടി, അതിന് കൃത്യമായി ജാഗരൂകരാവണം അതിനെ തൊട്ട്, അതിന് വേണ്ടി. ബിംതിസാലി അംരിഹി വനഹി, അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്കും അള്ളാഹുവിൻ്റെ നിരോധനയ്ക്കും ഒക്കെ വഴങ്ങിക്കൊണ്ട്. ഖാല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, ഫഹാദിഹി, പറഞ്ഞ ആയത്ത് മഖ്സൂസത്തും ബിസ്സറായ, സരീയത്തുകളോട് പ്രത്യേകമായതാണ്. അപ്പോൾ സരീയത്തിൻ്റെ ഹുക്കും മാത്രമാണ്. അപ്പോൾ സരീയകൾ പുറപ്പെടുമ്പോൾ, യുദ്ധത്തിനായിട്ട് നബിതങ്ങൾ അയക്കുന്ന സംഘം, നമ്മൾ പറഞ്ഞ ഓസ്വത്തല്ല, യുദ്ധത്തിനായിട്ട് നബിതങ്ങൾ അയക്കുന്ന സംഘങ്ങൾ പുറപ്പെടുമ്പോഴുള്ള ഹുക്കുമാണിത്. അതുമായിട്ട് മാത്രം ബന്ധപ്പെട്ട ആയത്താണിത്. അപ്പം സരീയത്ത് പോകണം, എല്ലാവരും പോകണം. കുറച്ച് ആളുകൾ നബികൾ സെലക്റ്റഡായ കുറച്ച് ആളുകൾ നബിതങ്ങൾ വിടുകയാണ്, എല്ലാവരും അങ്ങോട്ട് ഒന്നടങ്കം പോകേണ്ടതില്ല. വല്ലത്തി കബല, അതിന് മുമ്പുള്ള ആയത്തുണ്ടല്ലോ, പിന്നെ ഹി അൻ തഹല്ലുബി വാഹിദിൻ, ഒരാൾ തന്നെ യുദ്ധത്തിന് പോകാതെ പിന്തലിനെ തൊട്ടുള്ള നെഹി കൊണ്ടുള്ള മുമ്പുള്ള ആയത്ത്, അത് ഏതിലാണ്? ഫീമ ഇദാ ഖറജൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങൾ പുറപ്പെടുമ്പോൾ ഉള്ളതാണ്. അവൻ നബിതങ്ങൾ പുറപ്പെടുമ്പോൾ ഒരാളും അങ്ങനെ എല്ലാവരും പോകരുതെന്നല്ല, നബിതങ്ങൾ പുറപ്പെടുമ്പോൾ പറ്റുന്നവരൊക്കെ പോകണമെന്നും. ശരീഅത്തിൻ്റെ സമയത്താണെങ്കിൽ എല്ലാവരും പോകണ്ട, കുറച്ച് ആളുകൾ നബിതങ്ങൾ സെലക്ട് ചെയ്യുന്ന ചില ആളുകൾ പോകുക, ബാക്കിയുള്ളവർ ഇവിടെ നിന്ന് വിദ്യ അഭ്യസിക്കുക. അപ്പം നബിതങ്ങൾ മദീന ഉണ്ടാവും. അതിൻ്റെ നബിതങ്ങൾ മദീന ഉണ്ടാവും. അപ്പം നബിതങ്ങൾ പഠിപ്പിച്ചു കൊടുക്കും. അപ്പോൾ അവിടെ പഠനവും പാഠ്യ പ്രവർത്തനങ്ങളൊക്കെ നടക്കും. പക്ഷേ നബിതങ്ങൾ അടക്കം യുദ്ധത്തിന് പോകുമ്പോൾ, അഥവാ ഖസ്വത്ത്, ശരീഅത്തല്ല ഖസ്വത്തിന് പോകുമ്പോൾ നബിതങ്ങൾ അടക്കം പോകും. നബിതങ്ങൾ
നിങ്ങൾ പോയാൽ പിന്നെ ആ സമയത്ത് പിന്നെ പഠിപ്പിക്കുന്ന ആളില്ലല്ലോ, നബിതങ്ങളല്ലേ ഇവരുടെയൊക്കെ മുഅല്ലിം. അപ്പോൾ മുഅല്ലിം പോയി പിന്നെ അവിടെ താലീമും ഒന്നും നടക്കുന്നില്ലല്ലോ. അപ്പോൾ എല്ലാവരും പോവുക അവിടെയാണ്. അതാണ് ഇബ്നു അബ്ബാസ് പറഞ്ഞത് അങ്ങനെ റളിയല്ലാഹു അൻഹു. അപ്പം ശരീഅത്താകുമ്പോൾ എല്ലാവരും പോകേണ്ട കുറച്ച് ആളുകൾ, ഖുസ്വത്താകുമ്പോൾ എല്ലാവരും പോകണം, ഉസ്റുള്ള ആളുകൾ ഒഴികെ ബാക്കി എല്ലാവരും പോകണം എന്നാണ്.